സോ നമ്മുടെ റേസ്റ്റാറിൻ്റെ ഐ ഡി ഈ പ്രാവശ്യം പെർമനൻറ്റ് ബാനായ നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. റേസ്റ്റാർ ഇൻസ്റ്റയിലും എല്ലാം ലീക്കാക്കിയായിരുന്നു, ഈ ഇടയ്ക്ക് സ്റ്റോറി ഇട്ടായിരുന്നു. ഞാനും വൈകിയാണ് അറിഞ്ഞത്. നമ്മുടെ റേസ്റ്റാർ ആണെങ്കിൽ പ്രൂവ് ചെയ്തതുകൊണ്ട് പുതിയ ഒരു പി സിക്കകത്ത് ബ്രോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുന്നതിൻ്റെ പുറത്താണ് പെർമനൻറ്റ് ബാൻ കിട്ടിയേക്കുന്നത്. ഈ ഇടയ്ക്ക് വേറെ ഒരു അലക്സ് എന്ന് പറയുന്ന യൂട്യൂബർ ഇതേപോലെ ലോഗിൻ ചെയ്തപ്പം ബ്ലാക്ക് ലിസ്റ്റിൽ കയറി, പിന്നെ 30 days ബാനും കിട്ടിയായിരുന്നു. അതും ഏകദേശം ഇതുപോലെയാണ്. പക്ഷേ റേസ്റ്റാറിനാണ് വെറും ഒന്ന് പുതിയ പി സിക്കകത്ത് ലോഗിൻ ചെയ്തതിന് ബ്ലൂ സ്റ്റാക്ക് വഴിയാണ് ലോഗിൻ ചെയ്തത്. അതിന് വെറുതെ ഒരു പെർമനൻറ്റ് ബാനാണ് അവർ കൊടുത്തത്. ഒരു ഗൂഢാലോചനകൾ, അതായത് ഹാക്കും ബാനും ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന് റേസ്റ്റാർ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഗരീന വെറുതെ റേസ്റ്റാറിനെ പിടിച്ച് പെർമനൻറ്റ് ബാനാണ് കൊടുത്തത്. ഈ ഇടയ്ക്ക് റേസ്റ്റാർ ഐ ഡി ബാൻ ലീക്കാക്കിയതിന് ശേഷം നമ്മുടെ ഗരീനയുടെ ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും കമൻറ്റ് ഫുള്ള് കയറി കത്തുമായിരുന്നു, ഐ ഡി ബാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റേസ്റ്റാർ പറയുകയും ചെയ്തായിരുന്നു ഐ ഡി തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കളിക്കുമെന്ന്. ഞാനിപ്പോൾ ആ വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. बूम गाइस, मेरा अकाउंट हो चुकी है बैन गाइस। कुछ नहीं गाइस, एक तो पूरा नया पीसी है, नया पीसी में पूरा डाउनलोड वगैरह करके मैं सेटअप कर रहा था। वर्जन भी देख लो आप लोग, ब्लू स्टैक 4 है। जैसे ही डाउनलोड किया, गेस्ट अकाउंट खोला मैंने, उसके बाद वहाँ पे कस्टम हर्ड वगैरह सेट किया, उसके बाद गेस्ट अकाउंट लॉग आउट करके मेरा मेन अकाउंट खोला तो गाइस बूम हो चुकी है, बैन हो चुकी है गाइस। फ्री फायर वाले को वीडियो और सब कुछ मैसेज सब कुछ भेज चुका हूँ। अगर अनबैन होती है तो ठीक है गाइस, अगर नहीं अनबैन होता है तो गाइस फिर मैं ये गेम कभी खेलने वाला नहीं हूँ, क्योंकि मेरे को पता है इसमें कभी मैंने गलत चीज़ें यूज़ नहीं करा है। तो फालतू में ऐसे ही बैन कर दे रहे, मतलब इस गेम खेलने का कोई मतलब ही नहीं है गाइस। तो आप लोग को भी यही बता रहा हूँ कि कोई गेम में टॉपअप मत करना गाइस, क्योंकि कोई गारंटी नहीं है इस गेम का, कभी भी कुछ भी हो सकता है। देख सकते हो बूम हो चुकी है गाइस, उड़ चुकी है फाइनली। हैकर बोल रहे थे और ये लो गाइस, हेटर्स कुछ भी सोच लो, कुछ भी समझ लो, मेरे को पता है मैं क्या हूँ, ठीक है, घंटा फ़र्क नहीं पड़ता है। കേസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ റേസ്റ്റാർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ടോപ്പ് ചെയ്ത്, കാരണം നമുക്കൊരു വിശ്വാസം ഇല്ല, കാരണം ഈ അക്കൗണ്ട് എത്ര നാളത്തേക്ക് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത്. ആ റേസ്റ്റാർ അതിൽ ഏകദേശം ഒരുപാട് പൊട്ടിച്ചിട്ടുള്ളതാണ്. നിമിഷമായിരുന്നു ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തപ്പോൾ ബാനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർമനൻറ്റ് ബാനായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ആലോചിക്കാമെന്നല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ വാക്സിൻ്റെ ആണെങ്കിലും ഒരു ആക്കോ പാലോ ഒന്നും ഉപയോഗിക്കും, ജസ്റ്റ് അവൻ അറിയാത്തൊരു പ്ലെയർ, ജസ്റ്റ് അവൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ പോലും ഇല്ലാത്തൊരു പ്ലെയർ എതിര് വന്നിട്ട് അവൻ പാനൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാക്ക് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഈ വാക്സിൻ്റെ അക്കൗണ്ട് ബാനായെന്ന് പറഞ്ഞാൽ എന്തുവാ ആലോചിച്ച് നോക്കും. ഇപ്പം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക, അത്യാവശ്യം നിങ്ങൾ പ്രൈമായിട്ട് അത്യാവശ്യം നല്ല പൊട്ടിക്കൊണ്ടിരിക്കുക, എതിരൊരുത്താൻ വന്നു, നിങ്ങൾക്ക് അവനെ അറിയത്ത പോലും ഇല്ല. നിങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് അടുത്ത കളിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം, പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ. അപ്പം നിങ്ങളുടെ റിയാക്ഷൻ എന്തുവരിക്കും ആലോചിച്ച് നോക്കി. ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ട് അക്കൗണ്ട് പെർമനൻറ്റ് ബാനായെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ദിവസത്തേക്ക് ബാനായെന്ന് പറഞ്ഞാൽ എന്തുവാ? കാരണം യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഇത്ര രൂപ പൊട്ടിച്ചാലും യാതൊരു ഗ്യാരണ്ടി ഇല്ല നമ്മുടെ കൂടെ എത്ര നാൾ ഈ അക്കൗണ്ട് ഉണ്ടെന്നുള്ളത്. അത് നിങ്ങൾ മാക്സിമം അധികം ടോപ്പപ്പ് ഒന്നും ചെയ്യില്ല. നമ്മൾ ഈ കളക്ഷനൊന്നും വേണമെന്നില്ല കളിക്കാൻ, ഏതൊരു ന്യൂബ് അക്കൗണ്ട് ആയാലും നമുക്ക് കളിക്കാവുന്നതേ ഉള്ളൂ. റേസ്റ്റാർ എന്തായാലും പറയുന്നുണ്ടല്ലോ, ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ അക്കൗണ്ട് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ റേസ്റ്റാർ എന്തായാലും കളി തുടരും, അല്ലെങ്കിൽ റേസ്റ്റാർ എന്തായാലും ഈ ഫ്രീ ഫയർ എന്തായാലും നിർത്തുവാണ്. കാരണം റേസ്റ്റാറിനെ ഇതാക്കി ഒരുപാട് കോടിക്കണക്കിന് ഇന്ത്യയിലെ പ്ലേയേഴ്സ് ആണെങ്കിലും എന്തോ ആയാലും ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റേസ്റ്റാറിനെ കണ്ട് ഇവർ കളിക്കുന്നത് കൊണ്ട് തന്നെ റേസ്റ്റാർ പോയാൽ എന്തായാലും ഇവരെല്ലാവരും ഇറങ്ങുമെന്ന് അത്യാവശ്യം കുറേ പേർക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഗരീന ഈ ഐ ഡി തിരിച്ചു കൊടുക്കില്ലോ എന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പില്ല. കാരണം ഏകദേശം ഒരുപാട് പേരുടെ അക്കൗണ്ട് ഇതുപോലെ പോയിട്ടുണ്ട്, പെർമനൻ്റായിട്ട് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ. അപ്പം നിങ്ങളെന്തായാലും മാക്സിമം റേസ്റ്റാറിനെ സപ്പോർട്ട് ചെയ്യുക ഐ ഡി തിരിച്ചിട്ടാൻ വേണ്ടി. അപ്പം നിങ്ങൾ മാക്സിമം എന്തായാലും ഗരീന സൈറ്റിൽ പോയി കമൻറ്റോ റിപ്പോർട്ടോ ഒക്കെ കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നിടം വരെ ബൈ.